ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് പോയാലോ. ഒരു മീൻകറി ആട്ടോ, സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീൻകറി. എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാം കേട്ടോ. നമുക്കിപ്പോൾ നല്ല ഫ്രഷ് അയല കിട്ടിയിട്ടുണ്ട്. നമുക്ക് കറി വെച്ചാലോ, വായോ. അപ്പോൾ ശ്രീയേട്ടൻ ഇവിടെ എനിക്ക് മീനൊക്കെ വെട്ടിത്തരുന്നുണ്ട് കേട്ടോ. കുഞ്ഞിന് പനിയാണ്, നീലിന് നല്ല പനിയുണ്ട്. അപ്പോൾ അവനെപ്പോൾ വേണേലും വഴക്കുണ്ടാക്കും. അപ്പം ഞാൻ മീൻ വെട്ടാൻ നിന്നാൽ ശരിയാവില്ല. അപ്പം ശ്രീയേട്ടൻ എനിക്ക് നല്ല വൃത്തിക്ക് മീനൊക്കെ വെട്ടി തന്നിട്ടുണ്ട്. ആൾ വെട്ടുമ്പോൾ ഇങ്ങനെയാട്ടോ, തലയൊക്കെ വെച്ചിട്ടേ വെട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ മീനെ കുറച്ച് വറുക്കാനും കറി വയ്ക്കാനുമാണ് നോക്കുന്നത്. അപ്പം 2 കറി ആവുമല്ലോ, പിന്നെ ഒരു തോരൻ്റെ കൂടെ കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ മീൻ വറുക്കാൻ വേണ്ടി മൊത്തം പുരട്ടി വെക്കുക കേട്ടോ. അപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും സാധാ പോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂട്ടി ഞാൻ പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പ് വയ്ക്കുവാണ്. പാൻ ചൂടാവുമ്പോഴേക്കും നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഇന്ന് ശ്രീയേട്ടൻ വീട്ടിലുള്ളതുകൊണ്ടിട്ടാട്ടോ ഞാൻ പകലേ മീൻകറി വയ്ക്കുന്നത്. അപ്പം നമുക്ക് കറി വയ്ക്കാനുള്ള തേങ്ങ ചിരവി എടുക്കാം കേട്ടോ. ഞാൻ മീൻ വറുക്കാൻ നേരത്ത് കുറച്ച് കറിവേപ്പില ഇട്ടായിരുന്നു കേട്ടോ. കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഇനി നമുക്ക് തേങ്ങ ചിരവിയതും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കതൊരു ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ അരച്ച് വെച്ച അരപ്പ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തേരം വെള്ളം ആവശ്യമുണ്ടെന്നനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഞാൻ നല്ലപോലെ ഇളക്കി അടുപ്പേ വയ്ക്കണം കേട്ടോ. എളുപ്പമല്ലേ അത്. ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കുക കേട്ടോ. നല്ലതുപോലെ യോജിപ്പിച്ച് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. ഞാൻ ഗ്യാസ് കത്തിക്കുന്നുണ്ട്. നല്ലതുപോലെ തിളച്ചിട്ട് നമുക്ക് വൃത്തിയാക്കിയിട്ടുള്ള മീനും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അരപ്പ് തിളച്ചതിന് ശേഷം മാത്രം മീനിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ സമയം കൊടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കഷ്ണം പുളി, അത് മതി കേട്ടോ. ഞാൻ മാങ്ങ ചേർത്തുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ മാങ്ങ പഴുത്ത് പോയിട്ടോ. അതുകൊണ്ട് നല്ല മധുരമായിരുന്നു, പിന്നെ കൊള്ളത്തില്ല കറിയിലിടാൻ. അതുകൊണ്ടാണ് പുളി ഇട്ട് കൊടുത്തത്. അപ്പോൾ കറി ഇപ്പോൾ തിളച്ച് തുടങ്ങുന്നുണ്ട്. അരപ്പ് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മീനിട്ടാൽ മതി. തിളച്ച് തുടങ്ങുന്നുണ്ട്. അടിപൊളി നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അരപ്പ് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മീന് ഇട്ട് കഴിഞ്ഞ് ഒത്തിരി അങ്ങ് ഇളക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ മീൻകറി വയ്ക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും തവിയിട്ട് ഇളക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത്. ഇതുപോലെ ഒന്ന് മീൻ കറിക്കകത്തോട്ട് മുക്കി വയ്ക്കുക, അല്ലെങ്കിൽ ചട്ടി ചുറ്റിച്ചാൽ മതി. അല്ലാണ്ട് തവിയിട്ടൊക്കെ ഒത്തിരി നേരം ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും, പിന്നെ ആ മീൻകറിയുടെ ഭംഗിയും വരത്തില്ല. ഇപ്പം ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. നല്ലതുപോലെ മീൻ തിളയ്ക്കുന്നുണ്ട്. ആ കറി ഒന്ന് പറ്റണം കേട്ടോ. ചാറൊക്കെ ഒന്ന് കുറുകി വരണം. എന്നിട്ട് ഇറക്കാൻ നേരത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ഇറക്കിയാൽ മതി. വേറെ കടുകൊന്നും താളിക്കും അങ്ങനെയൊന്നും വേണ്ട, സിമ്പിളല്ലേ. ഇതിപ്പോൾ ഞാൻ വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് വറുത്ത് വെച്ചിട്ടുള്ള മീനാട്ടോ ഇത്. അപ്പം ടാറ്റാ ബൈ ബൈ.